ഹലോ ഫ്രണ്ട്സ്, പി സി ബി ഡിസൈനിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഓർക്കാഡിൻ്റെ 17.4 ഓർക്കാഡ് ക്യാപ്ചർ CISനകത്ത് ഒരു സ്കീമാറ്റിക് ചെയ്തിരുന്നു, ബാറ്ററി ചാർജറിൻ്റെ. നമ്മൾ ഈ പാർട്ടിൽ നമ്മൾ അതിൻ്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മളതിൻ്റെ ശരിക്കും പി സി ബി ഡിസൈൻ ചെയ്യുകയാണ് നമ്മളവിടെ. അങ്ങനെ ന്യൂ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പി സി ബി ഡിസൈനറിലേക്ക് പോവും. പി സി ബി ഡിസൈനറിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഡിസൈൻ പാരാമീറ്റർ സെറ്റ് ചെയ്യണം. ഡിസൈൻ പാരാമീറ്റർ മില്ലിമീറ്റർ ആക്കണം. പിന്നെ നമ്മുടെ ക്യാൻവാസ് സൈസ് ഞാനിവിടെ A3 കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കോർഡിനേറ്റ് -100 ആണ് സെറ്റ് ചെയ്യണം XYയുടെ. എന്നിട്ട് അപ്ലൈ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബോഡി ജിയോമെട്രി, ഒരു ബോർഡിൻ്റെ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കമ്പൗണ്ട് ഓരോന്നും പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ കമ്പൗണ്ടുകളും പ്ലേസ് ചെയ്യണം. അങ്ങനെ എല്ലാ കമ്പൗണ്ടുകളും പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കറക്റ്റായിട്ട് നമ്മൾ കമ്പൗണ്ടുകൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ കമ്പൗണ്ട് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ അതിനകത്ത് ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസ്മെൻറ്റ് എഡിറ്റിനകത്ത് നമ്മളത് ഓരോ കമ്പൗണ്ട് പ്ലേസ് ചെയ്യുമ്പം ആ കമ്പൗണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, മിറർ ചെയ്യണമെങ്കിൽ മിറർ ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നമ്മുടെ ട്രാക്ക് നമ്മൾ കറക്റ്റായിട്ട് പി സി ബി ട്രാക്ക് കോൺഫ്ലിക്റ്റ് വരാതെ കുരുങ്ങി പോകാതെ ഫ്രീ ആയിട്ട് നമുക്ക് റൗട്ട് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഔട്ട്ലൈൻ ഇത്തിരി വലുതായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് രണ്ടാമത് വീണ്ടും നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഓരോ പ്രാവശ്യം കമ്പൗണ്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോർഡിൻ്റെ ഔട്ട്ലൈൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ ബോർഡിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പൗണ്ട് പ്ലേസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു ലൊക്കേഷൻ അറിയാനാണ്. നമ്മൾ XY കോർഡിനേറ്റിൽ നിന്ന് ഒരു പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ അറിയാനാണ് നമ്മൾ ആദ്യം ബോർഡ് ഔട്ട്ലൈൻ ചെയ്യണത്. പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം ബോർഡ് ഔട്ട്ലൈൻ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ആദ്യത്തെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ വീണ്ടും പുതിയത് ക്രിയേറ്റ് ചെയ്താൽ മതി. കമ്പൗണ്ടെല്ലാം കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. കമ്പൗണ്ടുകൾ കൺജസ്റ്റ് ആയി പോരുത്. എല്ലാ കമ്പൗണ്ടുകളും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. മുട്ടി നിൽക്കാൻ പാടില്ല. കമ്പൗണ്ടുകൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. കാണാനും ഭംഗി ഉണ്ടാവണം, കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ സോക്കറ്റ് പ്ലേസ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സോക്കറ്റ് പ്ലേസ്മെൻറ്റ്, അതിൽ മറ്റ് ഇൻഡിക്കേറ്റർ LED ഉണ്ട്, ഇതിനകത്ത് 2 LED ഉണ്ട്. ആ LED ഒക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ആവശ്യമായ കമ്പൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. കമ്പൗണ്ടുകൾ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവണം. കമ്പൗണ്ടുകൾ ഇരിക്കുന്ന എല്ലാം അറേഞ്ച് അടുക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നണം നമുക്ക്. ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യാം. പിന്നെ മുട്ടി നിൽക്കാൻ പാടില്ല. കമ്പൗണ്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ടാവണം. പ്ലേസ്മെൻറ്റ് കഴിഞ്ഞു നമ്മുടെ. ഞാൻ കമ്പൗണ്ട് ഡിസൈൻ ഔട്ട്ലൈൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കമ്പൗണ്ട് വീണ്ടും അറേഞ്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് കൂടുതൽ കിട്ടി. അതുകൊണ്ട് നമ്മൾ ബോർഡിൻ്റെ സൈസ് കുറച്ചുകൂടെ ചെറുതായി കൊടുക്കുകയാണ്. അത് ചെയ്യുന്നത് വെച്ചാൽ ജനറൽ എഡിറ്റിനകത്ത് നമ്മൾ ഒരു സ്ക്വയർ ടൂൾ എടുത്തിട്ട് നമ്മളതിൻ്റെ ഓപ്ഷനകത്ത് ബോർഡ് ജിയോമെട്രിയും അതിലെ ഡിസൈൻ ഔട്ട്ലൈൻ സെലക്ട് ചെയ്തിട്ട് അൺഫിൽഡ് ആയിരിക്കണം അതിൻ്റെ സ്റ്റൈല്. എന്നിട്ട് X00 എന്ന് കമാൻഡ് ലൈനിൽ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ XY കോർഡിനേറ്റിലേക്ക് ഓട്ടോമാറ്റിക് സെലക്ഷൻ വരും. പിന്നെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം കമ്പൗണ്ടെല്ലാം സെലക്ട് ചെയ്തിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മൊത്തം കമ്പൗണ്ടും ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്യണം. ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറുകൾ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ക്രൂ ഹോൾ അവിടെ വരും.
അതുപോലെ കൺസ്ട്രെയിൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ. കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫിസിക്കൽ കൺസ്ട്രെയിൻറ്റ്, പിന്നെ സ്പേസിങ് കൺസ്ട്രെയിൻറ്റ് അങ്ങനെയുണ്ട്. അതിൽ നെറ്റ് സ്പേസിങ്ങിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഉണ്ട്. ഫിസിക്കൽ കൺസ്ട്രെയിൻറ്റിൽ നമ്മൾ അതിനകത്ത് ബോർഡിനകത്ത് വരുന്ന കോപ്പർ ട്രാക്കുകളുടെ സൈസും നമുക്ക് ഓരോ പ്രാവശ്യം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കോമൺ ആയിട്ടൊരു സൈസ് സെറ്റ് ചെയ്യുക. അല്ല അതിൻ്റെ പാഡ്, കമ്പൗണ്ടിൻ്റെ പാഡിൻ്റെ ഇത് കോപ്പർ ട്രാക്കിന് നെക്കുമായിട്ട് ബന്ധം വരുമല്ലോ, ആ നെക്കിൻ്റെ സൈസ്, വയയുടെ സൈസൊക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ട്രാക്കുകൾ തമ്മിലുള്ള സ്പേസിങ് അങ്ങനെയുള്ള സ്പേസിങ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ പി സി ബിയുടെ ക്രോസ് സെക്ഷനിൽ അതിൻ്റെ ഡൈ ഇലക്ട്രിക് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ തിക്നെസ് സെറ്റ് ചെയ്തു. അതിനുശേഷം ഗ്രിഡ് സെറ്റിങ് നമ്മൾ 0.5 ആയിട്ട് സെറ്റ് ചെയ്യുക. ഗ്രിഡിൻ്റെ സ്പേസിങ്ങും അതുപോലെ സ്പേസിങ് അങ്ങനെയുള്ള സ്പേസിങ്ങുകൾ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഗ്രിഡ് നമ്മൾ ആ കമ്പൗണ്ടെല്ലാം അറേഞ്ച് ചെയ്യാനോ അതിൽ ട്രാക്കൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഗ്രിഡിലേക്ക് സെറ്റായിട്ട് ഓട്ടോമാറ്റിക്കലി അത് കമ്പൗണ്ട് വരും നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത്. കമ്പൗണ്ട് നമ്മൾ ഫയലിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ട്രാക്ക് വരയ്ക്കാൻ തുടങ്ങുക. ഓരോ കമ്പൗണ്ടും സ്പേസിങ് കറക്റ്റാക്കി ഇടുക. അധികം കൺജസ്റ്റഡ് ആയിട്ട് തോന്നരുത്, എന്നാൽ ഒത്തിരി ഫ്രീ ആയി ഇരിക്കാനും പാടില്ല. കമ്പൗണ്ട് നമ്മൾ ഒത്തിരി അകലവും വരാൻ പാടില്ല. അതുപോലെ ട്രാക്ക് വരയ്ക്കാനൊരു എളുപ്പം ഉണ്ടാവണം. അവിടെ ഒരു ഞാൻ വയ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇത് ഡബിൾ ലെയർ പി സി ബി ആണ്. എന്തിനാ വെച്ചാൽ വയ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിന് ബോട്ടം ബോട്ടം പ്ലെയിനിലാണ് ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു കോപ്പർ പവറാണ് ചെയ്യാൻ പോണത്. അതായത് ബോട്ടം കോപ്പറിനകത്ത് ഡബിൾ സൈഡ് പീസ് ബോട്ടം കോപ്പറും മൊത്തം ഗ്രൗണ്ട് പ്ലെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്ത് നമുക്ക് ട്രാക്കുകൾ വരും. ട്രാക്കുകൾ വരുമ്പോൾ അത് ഗ്രൗണ്ട് പ്ലെയിനായിട്ട് ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും അതിനകത്ത് ജമ്പർ ട്രാക്കുകൾ വരുന്നത്. ഗ്രൗണ്ട് പ്ലെയിന് ബോട്ടം സൈഡ് ഒരു ഗ്രൗണ്ട് പ്ലെയിൻ കോപ്പർ പവർ കൊടുത്തു. അതിലേക്ക് ബന്ധിപ്പിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഒരു വയർ ക്രിയേറ്റ് ചെയ്തത്. അതായത് കണക്ടർ J1 കണക്ടറിൻ്റെ നമ്മൾ നെഗറ്റീവ് സപ്ലൈ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗം അതെടുത്തിട്ട് ബോട്ടം സൈഡിലെ കോപ്പറിലേക്ക് ഒരു വയർ വെച്ച് കണക്ട് ചെയ്തു. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇനിയിപ്പോൾ ഗ്രൗണ്ട് കണക്ഷൻ വരുന്ന കമ്പൗണ്ടിൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ വരുന്ന എല്ലാ ലെഗുകളും ഓട്ടോമാറ്റിക്കലി ബോട്ടം ലെയറിലേക്ക് കണക്റ്റഡ് ആവും വയർ വഴി. നമുക്കതിന് പ്രത്യേകം ട്രാക്ക് വെച്ചിട്ട് യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ കമ്പൗണ്ട് ഡയറക്റ്റ് സെക്കൻഡ് ലെയറിലേക്ക് കണക്ഷൻ പോവുകയാണ് അവിടെ. ഇനിയിപ്പോൾ ടോപ്പ് സൈഡിലെ ലെയർ ഞാൻ വരയ്ക്കുകയാണ്. പി സി ബി ടോപ്പ് സൈഡിലെ ലെയർ ഓരോ നെറ്റുകളും സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 0.5 mm ആണ് നമ്മൾ വിഡ്ത്ത് സെറ്റ് ചെയ്തിരുന്നത് ട്രാക്കിൻ്റെ. നമുക്ക് ആവശ്യമുള്ള ട്രാക്കുകൾ പിന്നെ സെലക്ട് ചെയ്ത് അതിൻ്റെ ട്രാക്കിൻ്റെ വിഡ്ത്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും ഇതിനകത്ത്. അങ്ങനെ ഓരോ നെറ്റും സെലക്ട് ചെയ്തിട്ട് കമ്പൗണ്ടിൻ്റെ പിന്നിലേക്ക് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ നെറ്റ് വഴി ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഏത് കമ്പൗണ്ടിലേക്ക് പോകണമെന്ന് ആ നെറ്റ് നമുക്ക് കാണിച്ചു തരും. നമ്മൾ ജസ്റ്റ് അതിനെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. സോറി. നമുക്ക് ഈസിലി എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന ട്രാക്കുകളെല്ലാം ആദ്യമേ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ട്രാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ പി സി ബിയുടെ ബോട്ടം വെച്ച് സെലക്ട് ചെയ്തിട്ട് ബോട്ടം സൈഡിൽ നിന്ന് നമ്മൾ ട്രാക്കുകൾ വരച്ച് നെറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ബോട്ടം സൈഡ് നമ്മൾ മുഴുവൻ ഗ്രൗണ്ടായിട്ട് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബോട്ടം സൈഡിൽ ഒരു ട്രാക്ക് വരയ്ക്കുമ്പോൾ അത് ഗ്രൗണ്ട് പ്ലെയിനായിട്ട് ഗ്രൗണ്ട് നെറ്റുമായിട്ട് ബന്ധമില്ലെങ്കിൽ ആ ബോട്ടം സൈഡിലെ ട്രാക്കിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് എർത്തിലേക്ക് കണക്ഷൻ പോവില്ല, ഗ്രൗണ്ടിൽ കണക്ഷൻ പോവില്ല. അത് പി സി ബി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം.
ഞാനിപ്പോൾ ആദ്യം ടോപ്പ് സൈഡിലെ കോപ്പർ ലെയർ എൻ്റെ ട്രാക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാണ്. മാക്സിമം കണക്ഷൻ ടോപ്പ് സൈഡിൽ നിന്ന് തന്നെ കൊടുക്കാം. ഒട്ടും പറ്റാത്ത മാത്രം നമ്മൾ അത് ഗ്രൗണ്ട് പ്ലെയിനിനകത്ത് ക്രിയേറ്റ് ചെയ്താൽ മതി. നമ്മൾ ബോട്ടം സൈഡ് കോപ്പർ പവർ എന്ന് പറഞ്ഞാൽ ഫുൾ കോപ്പർ ക്ലാഡ് ആയിരിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാവും. കമ്പൗണ്ടുകൾക്ക് സേഫ്റ്റിയാണ്. ഓവർ ഹീറ്റ് ആവുന്നതൊക്കെ അതിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പൊക്കോളും പിന്നെ വഴി. ഗ്രൗണ്ട് പ്ലെയിനൊക്കെ കണക്ട് വരുന്ന പിന്നെ വഴി. അത് മാത്രമല്ല ബോർഡിൽ വരുന്ന ഹീറ്റെല്ലാം ആ കോപ്പർ പവറിലേക്ക് സെക്കൻഡ് ലെയറിലുള്ള ബോട്ടം സൈഡിലുള്ള കോപ്പർ ക്ലാഡിനകത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ഒരു എന്താ പറയുക, ഇലക്ട്രോമാഗ്നറ്റിക് ഒരു ഇത് കിട്ടും നമുക്ക്. EMFൻ്റെ ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഒരു ഷീൽഡ് പോലെ നമുക്ക് കിട്ടും. താഴെ മുഴുവൻ ഗ്രൗണ്ട് പ്ലെയിൻ ആകുമ്പോൾ കുറച്ചുകൂടെ സിഗ്നൽ ഫിഡിലിറ്റിയൊക്കെ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ബോട്ടം സൈഡിൽ ബാക്കിയുള്ള ട്രാക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ്. ബോട്ടം എച്ച് സെലക്ട് ചെയ്തിട്ട് എച്ച് എഡിറ്റിനകത്ത് ബോട്ടം എച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. ഒരു നെറ്റ് വിട്ടുപോയി, അത് കണക്ട് ചെയ്തു ടോപ്പിൽ. ഇനി എന്താ വെച്ചാൽ ചില ട്രാക്കുകൾ നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്തുള്ളൂ, അതിനകത്ത് ചെറിയ ബെൻഡൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കറക്റ്റ് ചെയ്യണം. ട്രാക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് ട്രാക്ക് മൂവ് ചെയ്യാനുള്ള ടൂള് സെലക്ട് ചെയ്തിട്ട് ആ ടൂൾ വെച്ചിട്ട് നമുക്ക് ട്രാക്കുകൾ മൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ല, ട്രാക്കിൻ്റെ ബെൻഡ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. കാണാനുള്ള ഭംഗി മാത്രമല്ല, ഒരു 45 ഡിഗ്രി ബെൻഡ് എന്ന് പറഞ്ഞാൽ അത് സിഗ്നലിൻ്റെ ഒരു എന്താ പറയുക, നോയ്സ് റിഡക്ഷനൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് PCBയിൽ 45 ഡിഗ്രി ആംഗിളിൽ ട്രാക്കുകൾ ബെൻഡ് വരുന്നത്. അത് പവർ ലൈനാണത്, DC ഇൻപുട്ട് പവർ ലൈനാണത്. പവർ ലൈനിൻ്റെ വിഡ്ത്ത്, ആ ട്രാക്കിൻ്റെ കൂടുതൽ കറണ്ട് അത് ഫ്ലോ ചെയ്യുന്ന കാരണം ട്രാക്കിൻ്റെ വിഡ്ത്ത് ഞാനൊരു 1 mm വിഡ്ത്ത് കൊടുക്കുകയാണ് അവിടെ. അപ്പോൾ ആ ട്രാക്കിൻ്റെ വിഡ്ത്ത് കൂടുതലുണ്ട്. കാര്യം അവിടെ ഇൻപുട്ട് പവർ വരുന്നതാണ്. ബാറ്ററിയുടെ ചാർജറിൻ്റെ ഇൻപുട്ട് പവറാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അവിടെ വിഡ്ത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തത്. ഇനി സ്ക്രൂ ഹോള് അതിനകത്ത് ഓൾറെഡി ഇതിനകത്തുണ്ട്. പ്ലേസ് ഓപ്ഷനകത്ത് പോയിട്ട് നമ്മളതിനകത്ത് മെക്കാനിക്കൽ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുണ്ട്, സ്ക്രൂ ഹോൾ ഓൾറെഡി ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സൈസ് അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേസ് ചെയ്താൽ മതി. ഇപ്പോൾ ബോർഡിൻ്റെ 4 സൈഡിലും സ്ക്രൂ ഹോളും പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്ന ട്രാക്കുകളുടെ വിഡ്ത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ട്രാക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വിഡ്ത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് വിഡ്ത്ത് ഓപ്ഷൻ, വിഡ്ത്ത് കൊടുക്കുക. നമ്മുടെ PCB കംപ്ലീറ്റ് ആയി. നമ്മളത് 3D വ്യൂവിൽ എടുത്ത് നോക്കുകയാണ്. DRC ഒക്കെ പച്ച കളറിലാണ് കാണുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ ട്രാക്കുകളും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് 3D വ്യൂവറിനകത്തെ, ഓർക്കേഡിനകത്തുള്ള 3D വ്യൂവർ. അല്ല, നമുക്ക് ക്യാമറ പൊസിഷനൊക്കെ ഓരോന്ന് ടോപ്പ്, ബോട്ടം, ഐസോമെട്രിക്, ലെഫ്റ്റ് ആംഗിൾ, റൈറ്റ് ആംഗിൾ, അങ്ങനെ ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് വ്യൂ ഒക്കെ ഉണ്ട്, നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ PCB ഡിസൈനിങ്, നമ്മുടെ ഡിസൈനിങ് കംപ്ലീറ്റ് ആയി. അടുത്ത പാർട്ടിൽ അതിൻ്റെ ഗർബറൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.